വചനോത്സവ ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നേ ദിവസം സായനത്തിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ പ്രവേശിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആത്മീയ പരിശീലനത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് യാക്കോബ് ശ്ലീഹായിലൂടെ, ഒന്ന്, നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലാണ് എപ്പോഴും എന്നുള്ള ബോധ്യം ഉണ്ടാവണം. നമ്മളെപ്പോഴും ആ ബോധ്യം നമുക്കില്ല. നമ്മളിങ്ങനെ ലോകത്തിലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ള ചിന്തയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ മുറിയിൽ നമ്മൾ വിശ്രമിക്കുന്നു, ജോലികൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ പ്രവൃത്തി എന്താണോ, എവിടെയാണോ സ്ഥലം, അവിടെ ഇരുന്നുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നു. പക്ഷേ ഉള്ളിൽ ഈ ബോധ്യമില്ല, കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ദേവാലയത്തിൽ മാത്രമല്ല ആ സാന്നിധ്യം, എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ സന്നിധിയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും മറ്റുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ മാക്സിമം ഭക്തിയോടെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കുമല്ലോ ഈശോയോടുള്ള. അപ്പം അതേപോലെ തന്നെ വലിയ ഭക്തിയിലും സ്നേഹത്തിലും ഉള്ളിൽ ആയിരിക്കണം, എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ. ഈശോ പഠിപ്പിക്കുന്ന കാര്യം. അടുത്ത കാര്യം, നമ്മളെല്ലാവരും എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, അതോടൊപ്പം നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെ താഴ്മയുള്ളവരായിട്ട് ഇരിക്കുവാൻ എടുക്കണം. നമുക്ക് ഈ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെപ്പോഴും ദേവാലയത്തിൽ മാത്രമല്ല, എപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്ന എപ്പോഴും കർത്താവേ അങ്ങയുടെ സന്നിധിയിലാണ്, അങ്ങ് ഞങ്ങളെ കാണുന്നു, അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങൾ. താഴ്മയോടെ എളിമയോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ഇരിക്കുവാണ് കൃപ തരണമേ എന്ന് ഒരു ഗാനത്തിന്റെ ഈരോടിയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ
സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും. അതായത് എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ താഴ്മയോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യും? അവിടുന്ന് നിങ്ങളെ ഉയർത്തും എന്നാണ് വാഗ്ദാനം. ഈശോ നമ്മളെ ഉയർത്തും. നമ്മൾ അറിയില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇങ്ങനെ ഉയർത്തും. ഈശോ ഉയർത്തും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെയ്യണം എന്താണ്? നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോഴും, വീട്ടിലായിരിക്കുമ്പോഴും, ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും, വർക്ക് ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ജീവിക്കുകയും താഴ്മയോടെ ഇരിക്കുകയും ചെയ്യണം. അത് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇതൊരു ബോധ്യമായി നമുക്ക് ജീവിക്കുവാൻ കൃപ കിട്ടണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ